ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, പുണ്യനബി തങ്ങൾ ഒരു സ്വഹാബി വര്യനോട് സംസാരിക്കുമ്പോൾ വൈകുന്നേര സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യനബി തങ്ങൾക്ക് ബോധനം നൽകുന്നു. എന്താണ് പറയുന്നത്? ലം യബ്ഖി മിൻ ഉംരി ഹാദർ റജുലി ഇല്ലാ സാഅ. നബി അങ്ങാരോടാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ മനുഷ്യന്റെ ആയുസിന്റെ കണക്ക് പുസ്തകത്തിൽ ഇനി ഒരല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. അയാൾ മരണപ്പെടാൻ പോവാണ്. പുണ്യനബി തങ്ങൾ ആ സ്വഹാബി വര്യനെ ഈ വിവരം ധരിപ്പിക്കുന്ന നേരം ഫൽതറബർ റജുൽ, ആ സ്വഹാബി വര്യൻ വെപ്രാളപ്പെട്ടു. സ്വാഭാവികമാണ്, മരണപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കാണ് വെപ്രാളമുണ്ടാവാത്തത്? ആരാണ് ഈ പറയുന്നത് നിങ്ങൾ മരണപ്പെടാൻ പോകുന്നുവെന്ന്? ലോകത്തിന്റെ നേതാവാണ്, കളവ് പറയാത്ത നാവിന്റെ ഉടമയാണ് നിങ്ങൾ മരണപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്. വെപ്രാളത്തോടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുന്നുണ്ട്, ദുല്ലനീ അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്. ദുല്ലനീ, എനിക്ക് പറഞ്ഞു തരണം, അറിയിച്ചു തരണം. അലാ ഔഫഖി അമലില്ലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്, ഞാൻ ഈ സമയത്ത് ചെയ്യേണ്ട ഏറ്റവും മനോഹരമായ അമലേതാണ്? ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണെങ്കിൽ ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും ഉചിതമായ അമലേതാണെന്ന് പറഞ്ഞു തരുമോ നബിയേ? പുണ്യനബി തങ്ങൾ പറഞ്ഞു, ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ നിസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇസ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം. ആ സ്വഹാബി വര്യനോട്, ലോകത്തോട് വിട പറയാൻ പോകുന്ന മനുഷ്യനോട് മുത്തുനബി തങ്ങൾ നൽകുന്ന ഉപദേശമാണത്. നിങ്ങൾ ഇൽമ് നേടണം, നിങ്ങൾ വിജ്ഞാന സമ്പാദനം നടത്തണം. അങ്ങനെ ഫഷ്തഗല ബിത്തഅല്ലുമി വഖുബിദ ഖബ്ലൽ മഗ്രിബ്, ആ സ്വഹാബി വര്യൻ ഇൽമുമായി ജോലിയാവുകയും ആ ദിവസം മഗ്രിബാകുന്നതിന് മുമ്പേ ആ മനുഷ്യൻ, ആ സ്വഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു എന്ന് ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ടതാണ് ഇൽമുമായി ജോലിയാവുക എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളൊരു നബിവചനമുണ്ട്, കുൻ ആലിമാ ഔ മുതഅല്ലിമാ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബാ വലാ തകുൻ ഖാമിസാ. വളരെ പ്രൗഢമായ ഒരു നബിവചനമാണത്. കുൻ ആലിമാ, ഒന്നുകിൽ നിങ്ങളൊരു ആലിമാവണം. ആലിമാവണം, എല്ലാവർക്കും ആലിമാകാൻ സാധ്യമാകണമെന്നില്ല. എന്നാലോ ഔ മുതഅല്ലിമാ, നിങ്ങളൊരു മുതഅല്ലിമാവണം, ഇൽമ പഠിക്കുന്നവനാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുതഅല്ലിമായ ഒരു മകനെ വാർത്തെടുക്കാൻ കഴിഞ്ഞ എത്ര രക്ഷിതാക്കളുണ്ട് നമ്മളിൽ, മുതഅല്ലിമായ ഒരു മകനെ. എന്നാൽ ഇന്നത്തെ പുതിയ ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഓമനെ പേരിട്ട് വിളിക്കുന്ന പുതിയ തലമുറ, ബാപ്പാക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഒരു 4 ദിവസം ഒരാഴ്ച നിൽക്കണമെന്ന് പറയുമ്പോ വലിയ മടി കാണിക്കുന്ന മക്കളെയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കടകരമാണത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ മരണപ്പെട്ടാലും ഇടയ്ക്കിടെ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് അല്ലാ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ഒരു മകനെ വാർത്തെടുക്കാൻ, ഒരു മകനെയെങ്കിലും മുതഅല്ലിമാക്കാൻ എന്റെ വാഴ കേൾക്കുന്ന, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആദരണീയരായ ഉമ്മമാരെ, ബാപ്പമാരെ, നിങ്ങൾക്ക് കഴിയണമെന്ന് സാന്ദർഭികമായി ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഔ മുതഅല്ലിമാ, ഒന്നുകിൽ നിങ്ങൾ ആലിമാവണം, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം. അതിനും സാധ്യമാകാതെ പോയാൽ ഔ മുസ്തമിആ, നിങ്ങൾ ആലിമീങ്ങൾ പറയുന്നത് കേൾക്കുന്നവരെങ്കിലും ആവണം.
അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങളിൽ വന്ന് എന്താണ് ഉസ്താദ് പറയുന്നത് എന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കണം. ഔ മുഹിബ്ബാ, മുത്തുനബി തങ്ങളുടെ വചനമാണിത്. ഇത് എന്റെ വകയായി ഞാൻ പറയുകയല്ല. മുസ്തമിആകണം, കേൾക്കുന്നവനെങ്കിലും ആവണം. അതിനും ഒരുപക്ഷേ ബിസിനസിന്റെ തിരക്കുകളാൽ, ജോലി തിരക്കുകളാൽ, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പെടാപ്പാടുന്ന തിരക്കിനിടയിൽ അതിനും സാധ്യമാകാതെ പോയാൽ ഔ മുഹിബ്ബാ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, പള്ളി ദർസുകളെ, മദ്രസകളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ആവണം. ഔ മുഹിബ്ബാ, ഈ ഇൽമിനോട്, ഇൽമിന്റെ സംവിധാനങ്ങളോട് ഇഷ്ടമുള്ളവനെങ്കിലും ആവണം. വലാ തകുൻ ഖാമിസാ, നിങ്ങൾ അഞ്ചാമതൊരു വിഭാഗത്തിൽ പെട്ടുപോകരുത് എന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ, മദീനയുടെ രാജകുമാരനെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇൽമുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇൽമുമായി ബന്ധപ്പെടുന്നത് അതാണ്. ഒന്നുകിൽ ആലിമാവണം, അല്ലെങ്കിൽ മുത്തഅല്ലിമാവണം, അല്ലെങ്കിൽ ഇൽമു കേൾക്കുന്നവനെങ്കിലും ആവണം, അല്ലെങ്കിൽ അതിനോട് ഇഷ്ടമുള്ളവനാവണം. ഏറ്റവും ചുരുങ്ങിയത് അതാണ്. ഭയങ്കര ഇഷ്ടം. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, മാഷാ അല്ലാഹ്. ആലിമീങ്ങളോട് ഇഷ്ടം, ഉസ്താദന്മാരോട് ഇഷ്ടം, മുത്തഅല്ലിമീങ്ങളോടൊരു ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, അത് അല്ലാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണത്. അത് ഖാലിഖായ റബ്ബിന്റെ ദീന് പഠിച്ചു എന്ന കാരണത്താലുള്ള ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ദീൻ പഠിച്ചവരാണ് എന്ന് കരുതി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് നാടുകളിൽ ഭക്ഷണം നൽകുന്നവർ ഇതുപോലെയുള്ള വഅദിന്റെ പരിപാടികൾക്ക് പോകുമ്പോ താല്പര്യത്തോടെ ഇന്നത്തെ ഉസ്താദിന്റെ ഭക്ഷണം ഞാൻ നൽകാമെന്ന് പറഞ്ഞ് വീടുകളിൽ ഭക്ഷണം ഒരുക്കുന്ന ഉമ്മമാർ, വാപ്പമാർ, അവരൊക്കെ ആ ഇൽമിനോടുള്ള മഹബ്ബത്ത് കൊണ്ടാണത് ചെയ്യുന്നത്. അല്ലാഹ് ഇന്നും പ്രിയ സഹോദരൻ, എന്റെ പ്രിയ സ്നേഹിതൻ ഹിജാസ് ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായ ഭക്ഷണം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഞങ്ങളെ ആദരിച്ചവർ, അവരെ എല്ലാവരെയും നീ ആദരിക്കണേ അല്ലാഹ്. എല്ലാവരുടെ വീടുകളിലും നീ ഖൈറും ബർക്കത്തും ചൊരിയണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാന്ദർഭികമായി പ്രാർത്ഥിക്കുകയാണ്. വിധങ്ങൾ പറയാണ്, ദുനിയാവിൽ അല്ലാഹുവിനെ മറന്ന മനുഷ്യൻ ഖാലിഖായ റബ്ബിനോട് പറയുമത്രേ, ലാ ഇല്ലനാഥാ, ഞാൻ ആലോചിച്ചിട്ടില്ല, ഇങ്ങനെയൊരു വിചാര ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാനിങ്ങനെ ദുനിയാവിൽ നീ നൽകിയ അനുഗ്രഹങ്ങളിൽ അഭിരമിക്കുകയായിരുന്നു. നീ നൽകിയ സുഖസൗകര്യങ്ങളെല്ലാം ആസ്വദിക്കുകയായിരുന്നു ഞാൻ, ആർമാദിക്കുകയായിരുന്നു ഞാൻ. അതിനിടയിൽ അല്ലാഹ് ഇങ്ങനെയൊരു വിചാര ദിവസത്തെ ഞാനങ്ങ് മറന്നുപോയി അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, അന്ന് സുബ്ഹാനഹു വ തആല ഖാലിഖായ റബ്ബ് അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുമെന്നാണ്. അവനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമത്രേ, അൽയൗമ അൻസാക് കമാ നസീതനീ, ദുനിയാവിൽ നീ എന്നെ മറന്നതുപോലെ അൽയൗമ അൻസാക്, ഇന്ന് നിന്നെ ഞാനും മറക്കുകയാണടാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുകയും അവനെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. സദാ റബ്ബിന്റെ സ്മരണയിലായി കഴിഞ്ഞുകൂടാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. നിങ്ങളെ അതുകൊണ്ട് പറയുന്ന എന്നോട് ആദ്യമായും കേൾക്കുന്ന ബഹുമാന്യ സഹോദരങ്ങളോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ,
എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവ് അല്ലാഹുവാണ്. എല്ലാം അല്ലാഹു തന്ന അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങൾ നമുക്ക് ആസ്വദിക്കാനുള്ളത് തന്നെയാണ്. അത് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, അത് ആസ്വദിക്കാനുള്ളതാണ്. അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്, ഇന്നല്ലാഹ യുഹിബ്ബു അൻ യറാ അസറ നിഅമതിഹി അലാ അബ്ദിഹി. അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ് അവന്റെ അനുഗ്രഹങ്ങളുടെ അടയാളം അവന്റെ അടിമയിൽ കാണുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല ചെരുപ്പ് ധരിക്കുന്നത്, ആവശ്യാനുസരണമുള്ള നല്ലൊരു വീടുണ്ടാകുന്നത്, ഹലാലായ വരുമാന മാർഗമുണ്ടെങ്കിൽ നല്ല ഒരു വാഹനം ഉണ്ടാകുന്നത്, അതൊന്നും വിരോധമല്ല എന്ന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അതൊക്കെ ദുന്യവിയായ സൗഭാഗ്യങ്ങളാണ്. അത് അല്ലാഹുവിന്റെ നിഅമത്താണ്. അതനുഭവിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അതുകൊണ്ടല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഭൗതികമായ സൗഭാഗ്യങ്ങളിൽപ്പെട്ടതാണ് അൽ മസ്കനുൽ വാസി', വിശാലമായ ഒരു ഭവനം, നല്ല വിശാലതയുള്ള ഒരു വീട്. ഇടുങ്ങിയ ഭവനമല്ല, വിശാലതയുള്ള ഭവനം, നല്ല സൗകര്യമുള്ള ഒരു വീട്. 10 മക്കളുള്ള ബാപ്പയാണെങ്കിൽ നല്ല വിശാലതയുള്ള 10 ബെഡ്റൂമുള്ള നല്ല വീട് തന്നെ വേണം. ആകെ 2 മക്കളേ ഉള്ളൂ, ഒരാൾ അമേരിക്കയിലാണ്, മറ്റൊരാൾ ഇംഗ്ലണ്ടിലാണ്. അവിടെ 10 വിശാലമായ ബെഡ്റൂമുള്ള വീട് ആവശ്യമില്ല, അത് അനാവശ്യമാണ്. ആവശ്യാനുസരണം നല്ലൊരു വീട് കയറ്റാവുന്നതാണ്, കുഴപ്പമില്ല. അൽ മസ്കനുൽ വാസി', വിശാലമായ ഭവനം. വൽ മർകബുൽ ഹനീ, നല്ല ഒരു വാഹനം. വൽ മർഅതു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ, എല്ലാ ഇസ്ലാമികമായ അല്ലാഹുവുമായി ബന്ധപ്പെട്ട മതപരമായ കാര്യങ്ങളിൽ നിന്നെ സഹായിക്കുന്ന നല്ല ഒരു ഭാര്യ. അതുപോലെ വൽ ജാറു സ്വാലിഹ്, ഒരു നല്ല അയൽവാസി, ഗുണകാംക്ഷിയായ, നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ഒരു നല്ല അയൽവാസി. ഈ 4 കാര്യം ഒരാൾക്കുണ്ടായാൽ അത് മിൻ സആദത്തിൽ മർഇ, അതൊരു മനുഷ്യന്റെ ഭൗതികമായ സൗഭാഗ്യമാണ് എന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിനോ അനുഭവിക്കുന്നതിനോ ഒരിക്കലും ഇസ്ലാം എതിരല്ല, അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷെ എന്ത് വേണം? ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോഴും ഈ നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ ദാതാവ് അല്ലാഹുവാണ്. ആ റബ്ബിന് നന്ദിയുള്ളവനാവണം ഞാൻ. ആ റബ്ബിനോട് ശുക്ർ ചെയ്യാൻ എനിക്ക് കഴിയണം. ഇമ്മാ ശാകിറാ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, നന്ദി ബോധമുള്ളവനാവുക എന്നത് വളരെ പ്രധാനമാണ്. നന്ദി ഉണ്ടാവണം. നന്ദിയില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച്, അവൻ നൽകിയ അനുഗ്രഹങ്ങളിൽ ആർമാദിച്ച്, കളിച്ച് മതിച്ച് രസിച്ച് നടന്ന് അല്ലാഹനെ മറന്ന് നിസ്കരിക്കാതെ തോന്നിയതുപോലെ നടന്നാൽ, പ്രിയപ്പെട്ടവരെ, അവർ നാളെ ഖാലിഖായ റബ്ബിന്റെ ഭയാനകമായ വിചാരണയും അതിഭയാനകമായ കഠിനമായ ശിക്ഷയും അവർ പ്രതീക്ഷിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുഗ്രഹങ്ങൾ അനുഭവിക്കാം, പക്ഷെ നന്ദി ഉള്ളവനാവണം. അല്ലാഹുവിന് നന്ദി വേണം. എന്റെ വാഴ്ച കേൾക്കുന്ന ചെറുപ്പക്കാരാ, യുവാക്കളെ, പ്രത്യേകമായി യുവാക്കളോടും മറ്റുള്ളവരോട് പൊതുവിലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ആരോഗ്യം തന്നവൻ അല്ലാഹുവാണ്, മുടി തന്നവൻ അല്ലാഹുവാണ്. ആ മുടി എങ്ങനെ വളർത്തണമെന്ന് മുത്തുനബി തങ്ങൾ നമ്മളെ ഉപദേശിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരാ, നിനക്കത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? മുടി തന്നത് അല്ലാഹുവാണ്.
ആ മുടി തന്ന അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ആ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് മുടി വളർത്തേണ്ടത് എന്ന്. സൗന്ദര്യം തന്നത് അള്ളാഹുവാണ്. പൊന്നുപെങ്ങളെ, നിനക്ക് നല്ല തൊലിവെളുപ്പ് നൽകിയത് അള്ളാഹുവാണ്. പൊന്നുപെങ്ങളെ, നിനക്കും നല്ല മുടി നൽകിയത് അള്ളാഹുവാണ്. അതുപോലെ നല്ല സൗന്ദര്യം, ആകർഷണീയത അത് നൽകിയതും അള്ളാഹുവാണ്. എന്നിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നൽകപ്പെട്ട സൗന്ദര്യം അത് ഇന്ന ആളുകളെ കാണാൻ പാടുള്ളൂ, ഇന്ന ആളുകൾക്ക് കാണാനുള്ള അനുമതിയുള്ളൂ, മറ്റുള്ളവരത് കാണാൻ പാടില്ല, നിങ്ങളവരെ കാണിക്കാനും പാടില്ല. എത്രയോ പുരുഷന്മാരുടെ വികാര വിചാരങ്ങളെ ഇക്കിളിപ്പെടുത്തി അവരെ ആകർഷിപ്പിച്ചുകൊണ്ട് നടന്നു പോകുന്ന ഉമ്മമാരില്ലേ, പ്രിയപ്പെട്ട പെങ്ങന്മാരില്ലേ, വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അരുത് പെങ്ങളെ. മുത്തനബി തങ്ങൾ പഠിപ്പിച്ച വളരെ മനോഹരമായ ഒരു ഹദീസ് കാണാം. ഏതെങ്കിലും ഒരു പെണ്ണ് അത്തർ പൂശിയാൽ, ഏതെങ്കിലും ഒരു മുസ്ലിമത്തായ പെണ്ണ്, ഇത് പറയുമ്പോ എന്താണ് മുടിയുടെ ഒക്കെ കോലം? അവര് വിചാരിക്കണത് എന്താണ്? ഇത് എത്ര കാലം ഉണ്ടാവും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രോഗം തന്നാൽ നിന്റെ അഹങ്കാരമെല്ലാം പോവും അല്ലേ? ഒരു രോഗം തന്നാൽ, എന്നോടൊരാൾ പറഞ്ഞു, ഒരു നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് പോലെ മുടിയൊക്കെ പല രീതിയിൽ വളർത്തി, മുടി എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടി മാത്രം ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ. എന്തോ ഒരു അസുഖം അല്ലാഹു കൊടുത്തു അത്രേ. പിന്നീട് ആ മുടിയൊക്കെ ഒന്നൊന്നായി കൊഴിഞ്ഞുപോയി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇന്നുവരെ, ഇപ്പൊ മരിച്ചു എന്നോ എന്തോ ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ആ മുടി തിരിച്ചു വന്നിട്ടില്ല. എന്റെ വായത് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാലോചിക്കണം. ഇതൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ പുച്ഛ മനോഭാവത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്, നമുക്ക് ബാധകമല്ല എന്ന നിലയിലാണ് മക്കൾ നടക്കുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇത് പറയൽ, ഇതുപോലെയുള്ള വേദികളിൽ ക്ഷണിക്കപ്പെടുന്നത് കൊണ്ട് ഇത് പറയൽ നമ്മുടെ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് സ്വീകരിച്ചാലും തള്ളിയാലും ഇത് പറയുക തന്നെ ചെയ്യും. അവസാന ശ്വാസം വരെ ഇത് പറയേണ്ടത് ദൗത്യമാണ്. അള്ളാഹു നമുക്ക് ആ ദൗത്യം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, നമ്മളിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ, ഒരുപാട് കാലമായല്ലോ ഉസ്താദ് ഇത് പറയുന്നത്, അല്ല ഇനിയെങ്കിലും ഒന്ന് നന്നാവണമല്ലോ എന്ന് ഏതെങ്കിലും ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയാൽ അൽഹംദുലില്ലാഹ്, ഞങ്ങൾ ഈ ചെയ്യുന്ന ദൗത്യം വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. ഒരാൾ മതി, ഒരാൾ. അതാണ് അലി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, നീ കാരണം ഒരാളെ അല്ലാഹു നന്നാക്കിയാൽ, ഒരാളെ അല്ലാഹു സൽപാന്താവിലേക്ക് കൊണ്ടുവന്നാൽ, ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, അലിയേ അത് നിനക്ക് ഈ ദുനിയാവിനേക്കാളും ഈ ദുനിയാവിലെ സർവചരാചരങ്ങളെക്കാളും അതാണ് നിങ്ങൾക്ക് ഖൈർ അലിയേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്തിന്റെ ശബ്ദമൊക്കെ കുറഞ്ഞു പോയല്ലോ പഠിച്ചോനെ, ഓർക്കെ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം അതാണ്. തലമുടി ചെറുപ്പക്കാരുടെയൊക്കെ 95% യുവാക്കളും മുടി ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നമ്മുടെ റോൾ മോഡൽ മുത്തുനബി തങ്ങളാണ്. യുവാക്കളെ, നമ്മുടെ റോൾ മോഡൽ മുത്തുനബി തങ്ങളാണ്. അത് ഖുർആൻ പറഞ്ഞതാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമ്മുടെ മാതൃക, നമ്മുടെ റോൾ മോഡൽ അത് മുത്തുനബി തങ്ങളാണ്. അല്ലാതെ കണ്ട സിനിമാ നടന്മാരും സ്പോർട്സ് താരന്മാരും ഒക്കെ നമ്മുടെ റോൾ മോഡൽ ആകുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു സംശയവും വേണ്ട, നാളെ പരലോകത്ത് നമ്മൾ അവരോടൊപ്പം തന്നെയാണ് ഉണ്ടാവുക, അവരോടൊപ്പം ഉണ്ടാവുക. കാരണം എന്താ? ഇതും ഞാൻ ഈ പറയുന്നൊന്നും എന്റെ വകയല്ല കേട്ടോ, ഇതൊക്കെ ദീനാണ്. ഈ പറയണൊക്കെ അല്ലാഹു ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മർഉ മഅ മൻ നഹബ്ബ. ദുനിയാവിൽ ഒരാൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പമാണ് നാളെ പരലോകത്ത് ഉണ്ടാവുക.
ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ഹെയർ സ്റ്റൈലും സ്വീകരിക്കുന്നത്. സിനിമാ നടനോടുള്ള അദമ്യമായ അനുരാഗം, താല്പര്യമാണ് അവരുടെ വേഷവിധാനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അവരോടുള്ള സ്നേഹം തന്നെയാണ്. ആ സ്നേഹം നാളെ പരലോകത്തും അവരോടൊപ്പം തന്നെയാണ് നമ്മൾ ഉണ്ടാവുക. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ തലമുടിയുടെ കോലം, അതേപോലെ തന്നെ ഇപ്പൊ ഒരുപാട് യുവാക്കളിൽ കാണുന്ന മറ്റൊരു കാര്യം, പറയാതിരിക്കാൻ നിർവാഹമില്ല അല്ലേ? എന്താ പറയാ, കഴുത്തിലൊരു ചെയിൻ ഇല്ലാത്ത യുവാക്കളുണ്ടോ? ഓരോരുത്തരും എല്ലാം ഇങ്ങനെ തൊട്ടുനോക്കുന്നുണ്ടാവും ചിലപ്പോൾ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പലപ്പോഴും ഒരുപാട് യുവാക്കളായിട്ട് പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന യുവാക്കൾ പോലും, അതാണ് സങ്കടകരം. നിസ്കരിക്കാനൊക്കെ വരുന്ന യുവാക്കൾ തന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇവിടൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ടാണ് വരിക. ചെയിന് കാണരുത് എന്നുള്ള നിലക്ക്, ചെയിന് കാണരുത്. അപ്പോൾ ആ കളി കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട്. കഴുത്തിൽ ചെയിൻ, അതേപോലെ തന്നെ കയ്യിലൊരു വള. കുറെ ആളുകൾ വിചാരിച്ചത് ഇത് വെള്ളിന്റെ അല്ലേ, സുന്നത്താണ്. എന്നോട് ഇപ്പൊ അടുത്തൊരു ചെറുപ്പക്കാരൻ കയ്യിന്റെ വളനെ പറ്റി ചോദിച്ചു, പറഞ്ഞു ഉസ്താദ് ഇത് വെള്ളിയല്ലേ, സുന്നത്തല്ലേ? കയ്യിൽ മോതിരം, വെള്ളിയുടെ മോതിരം ധരിക്കുന്നതേ പുരുഷന് സുന്നത്തുള്ളൂ. വള ധരിക്കാനൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അരുത്. അത് വെള്ളിയുടേതാണെങ്കിലും എന്താണെങ്കിലും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, കൈ വള, അതേപോലെ തന്നെ പിന്നെ ചെയിൻ, ഇതൊന്നും ഇല്ലാത്ത ചെറുപ്പക്കാർ വളരെ കുറവാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയുടെ 10ഓളം ദൂഷ്യ സ്വഭാവത്തെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനതയെ പറ്റിയാണ് അഫ്ജറുന്നാസ് കാനു അഫ്ജറന്നാസ് എന്നാണ് ചരിത്രം പറയുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികളായിരുന്നു ലൂത്ത് നബിയുടെ ജനത എന്നാണ്. ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടികൾ. അവരുടെ 10ഓളം ദൂഷ്യ സ്വഭാവത്തെ പറ്റി പറയുന്നിടത്ത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവര് ഹല്ലുൽ ഔസാർ, നമ്മുടെ ഈ റൗഡികളെ പോലെ ബട്ടൺസ് ഒക്കെ ഇങ്ങനെ അയച്ച് പോവുക, അത് ലൂത്ത് നബിയുടെ ജനതയുടെ സ്വഭാവമായിരുന്നു എന്നാണ്. ബട്ടൺസ് ഒക്കെ അയച്ച് വയറിൽ ഇവിടുത്തെ ഈ രോമങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുന്നൊരു ശൈലി കുറെ ചെറുപ്പക്കാരങ്ങനെയുണ്ട്. അതേപോലെ തന്നെ ഈ വളകൾ ധരിക്കുന്നത്, അതൊക്കെ ഏറ്റവും വലിയ തെമ്മാടികളുടെ ലക്ഷണങ്ങളായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതൊക്കെ ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് ഹരമാണ്. അതേപോലെ പാൻസ് ധരിക്കുമ്പോൾ അല്ലേ, കീറിയ പാൻറ് വില കൊടുത്ത് വാങ്ങുന്ന ചെറുപ്പക്കാർ, സുബ്ഹാനല്ലാഹ്, 600 രൂപ കൊടുത്താൽ കീറാത്ത പാൻറ് കിട്ടും. കീറിയ പാൻറ് തന്നെ സെലക്ട് ചെയ്ത് 1200 രൂപ കൊടുത്ത് വാങ്ങുകയാണ്, കീറിയ പാൻറ്. ഞാൻ ഈ പറയുന്നതൊക്കെ വെറുതെ ആണെങ്കിൽ ഇവിടെ വന്ന് എന്നെ തിരുത്താവുന്നതാണ് കേട്ടോ. ഞാൻ ഈ പറഞ്ഞൊക്കെ സത്യമാണ് പറയുന്നത് അല്ലേ. കീറിയ പാൻസ് മദ്രസയിൽ വരുന്ന ഏകദേശം കുട്ടികളും അങ്ങനെ, പിന്നെ കാണുന്ന യുവാക്കളൊക്കെ അങ്ങനെ തന്നെയാണ്. കീറിയ പാൻറ് പണം കൊടുത്ത് വാങ്ങി അപ്പൊ അതിനെപ്പറ്റി ചോദിച്ചാൽ പറയും, ചിലർ പറയും സാർ അത് പുറമെ മാത്രമേ കീറിയിട്ടുള്ളൂ, പിന്നെ നിസ്കാരം ശരിയാവുന്ന രീതിയിലാണ്, ഉള്ളു കാണുന്നില്ല, അതാണ് ഇതിന് ന്യായം. അപ്പൊ ഇങ്ങനെ ആരുടെയൊക്കെയോ ചീഞ്ചളിഞ്ഞ സംസ്കാരം കൊണ്ടു നടക്കുന്ന ഒരു യുവതയായി നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ മാറരുത്. നമുക്ക് ലോകത്തെല്ലാരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. ലോകത്ത് പലതും പല രീതിയിലും കാണും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലെങ്കിലും നമുക്കൊരു മാറ്റം വരുത്താൻ സാധ്യമായാൽ അൽഹംദുലില്ലാഹ്, ജയിച്ചു, അത് മതി. എല്ലാരെയും നന്നാക്കാനും നമ്മൾ കരാറെടുത്തിട്ടൊന്നുമില്ല, നമുക്കുള്ളത് പറ്റൂല. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, ഒരുപാട് ആളുകൾ നന്നാവണം നമുക്കിഷ്ടമുണ്ടാവും, പക്ഷെ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, അല്ലാഹ് പറഞ്ഞതാണ് ഖുർആനിൽ മുത്തുനബി തങ്ങളോട്, നിങ്ങൾ ആഗ്രഹിക്കുന്നവരെയൊക്കെ നന്നാക്കാനും നിങ്ങൾക്ക് പറ്റില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങളോടാ പറഞ്ഞത്. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നാക്കാൻ നമുക്ക് പറ്റുമോ? പക്ഷെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതാണ് ഈ പറയുന്നത്. തള്ളാം കൊള്ളാം കേൾക്കുന്ന എന്റെ വഅദ് കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. തള്ളാനും കൊള്ളാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. സ്വീകരിച്ചാൽ രക്ഷപ്പെടാം. നാളെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അല്ലാഹു രക്ഷപ്പെടാനുള്ള വഴി തുറന്നു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിലുമുണ്ട്, യുവതികളിലുമുണ്ട് അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട്
സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന സഹോദരിമാർ, അല്ലെ? അരുതാത്ത ഒരുപാട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന ഒരുപാട് സഹോദരിമാർ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ തന്നെ മാറ്റം വരുത്തുന്നവർ എന്നാണ് ഖുർആൻ അവരെ പറ്റി പറഞ്ഞത്. ബ്യൂട്ടി പാർലറുകൾ അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ ശാപമേറ്റ വീടുകളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ, ഫുള്ള് നമുക്ക് തന്നെയാണ് വെക്കുന്നത് എന്ന് തോന്നിയോ? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലഅന റസൂൽ, ഹദീസിൽ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ലഅനല്ലാഹ് അല്ലെങ്കിൽ ഔ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാമിസാതി വൽ മുതനമ്മിസാതി വൽ വാസിലാതി വൽ മുസ്തവസിലാതി വൽ മുതഫല്ലിജാതി ലിൽ ഹുസ്ൻ. സമാനമായ ഒട്ടേറെ ഹദീസുകൾ കാണാം. ശരീരത്തിന്റെ പല അവയവങ്ങളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച്, ഇസ്ലാം അനുവദിക്കാത്ത പല രീതിയിലുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് നടക്കുന്നവർ, അല്ലെ? അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. കുറെ വസ്തുക്കൾ കാണാം. ചില പിന്നെ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ, അല്ലെ, ചുണ്ടിലൊക്കെ ഇങ്ങനെ ചുവപ്പ് തേച്ച്, എന്തേലും പറയാ, ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക്. പിന്നെ അറിയാവുന്ന വേറെ കുറച്ച് പേരുകളൊക്കെ പറയാം, എന്നാ പിന്നെ അവർ കേൾക്കുള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടാ? കുറെ ഉണ്ട്, എന്തൊക്കെയോ ഉണ്ട്, അല്ലെ? മുടി പ്ലക്ക് ചെയ്യുന്നവർ. അതേപോലെ ഇപ്പൊ കുറെ പിന്നെ പെൺകുട്ടികളുടെയൊക്കെ രീതി എന്ന് പറയുന്നത്, മുടിയെല്ലാം കൂടി കൊണ്ടുവന്ന് പിറകിലിങ്ങനെ ചുറ്റി, എന്നിട്ട് അതിന്റെ മുകളിൽ ഒരു ഇത്ര പോകുന്നൊരു സാധനം, ചക്ക പോലെ ഒരു, അല്ലെ, എന്തേലും പറയാ, ക്ലിപ്പ്. ചെറിയ ക്ലിപ്പൊന്നും അല്ല, വലിയൊരു ക്ലിപ്പ് കൊടുന്ന് ഇങ്ങനെ വെച്ച്, എന്നിട്ട് തട്ടം അങ്ങോട്ടിട്ടാൽ ശരിക്കും റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ പോലെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഉണ്ടാവും. മഅദല്ലാഹ്. 1400 മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോ? 1400 മുമ്പ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മത്തി ലം അറഹുമാ, എന്റെ ഉമ്മത്തിലെ 2 വിഭാഗം, ഞാൻ ആ 2 വിഭാഗത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഈ കാലത്ത് ആ 2 വിഭാഗവും ഇല്ല, ഇനി വരാൻ പോകുന്നുണ്ട്. അതാണ് എന്റെ അർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു 2 വിഭാഗം. ആരാണ്? ഒന്ന്, ഖൗമുൻ മഅഹും സിയാതുൻ കഅസ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി ഇങ്ങനെ നടക്കുന്നവർ. എന്നിട്ടോ റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, യദ്രിബൂന ബിഹന്നാസ്, അവരാ ചാട്ടവാറുകൾ കൊണ്ട് നിരപരാധികളായ ആളുകളെ പോലും അവരെ അടിക്കുന്നതാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ഒന്ന് ഈ വിഭാഗമാണ്. 2 വിഭാഗം ഞാൻ കണ്ടിട്ടില്ല. ഒരു വിഭാഗം ഖൗമുൻ മഅഹും സിയാതുൻ കഅസ്നാബിൽ ബഖർ, പശുവിന്റെ വാല് പോലുള്ള ചാട്ടവാറുകളുമായി ആളുകളെ, അപരാധികളെ, തെറ്റ് ചെയ്ത ആളുകളെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിച്ച് അപരാധിയാക്കി അവനെ പിടിച്ചടിക്കുന്നവർ. വിശദീകരിച്ച് പറയണ്ടല്ലോ. ആരാണ്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അർത്ഥം? മനസ്സിലായില്ല? നമ്മുടെ നിയമപാലകരെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്. യദ്രിബൂന ബിഹന്നാസ്, ചാട്ടവാറുകളുമായി അവരാളുകളെ പൊതിരെ തല്ലും, ആവശ്യമില്ലാതെ തല്ലും. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിട്ടു. രണ്ടാമതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതിന്റെ വഅദ് കേൾക്കുന്ന ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്ത്. ഞാൻ കാണാത്ത 2ാമത്തെ വിഭാഗം ആരാണെന്നറിയോ? നിസാഉൻ, അവർ പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. കാസിയാത്തുൻ, എങ്ങനത്തെ പെണ്ണുങ്ങൾ? വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. ആരിയാത്തുൻ, നഗ്നരുമാണ്. യാ അല്ലാഹ്, പഠിച്ചോനെ, ഇങ്ങനെ പറയാൻ ഹബീബായ മുത്തുനബി തങ്ങൾക്കല്ലാതെ ലോകത്താർക്കെങ്കിലും കഴിയോ? എന്തു വാക്കാണ് ഈ പറഞ്ഞത്? നിസാഉൻ കാസിയാത്തുൻ, വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്. തൊട്ടുടനെ പറഞ്ഞു ആരിയാത്തുൻ, നഗ്നരുമാണവർ. വസ്ത്രം ധരിച്ച പെണ്ണുങ്ങളാണ്, നഗ്നരുമാണ്. എങ്ങനെ അങ്ങനെ ഉണ്ടാവുക? ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടോന്ന് വെച്ചാൽ
ധരിച്ചിട്ടുണ്ട്. ആ വസ്ത്രം ധരിക്കണത് എന്തിനാ? കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാണാൻ പറ്റാത്തൊന്നും കാണാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഈ വസ്ത്രം ധരിച്ചതുകൊണ്ട് അത് കാണാതിരിക്കും? ഇല്ല. ഇതന്നെയാണ് കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ ആരിയാത്തുൻ, നഗ്നരുമാണ്. നഗ്നരാണ്, പലതും വെളിയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്കാ ഞാൻ പറയുന്നട്ടോ, ഇതൊന്നും എന്റെ വകയല്ല. അവരിങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്നവരാണ്. ചാഞ്ഞും ചെരിഞ്ഞും ഇങ്ങനെ കുണുങ്ങി നടക്കുക, അല്ലെ? എന്തിനു പറയാ? അങ്ങനെ നടക്കണമെങ്കിൽ ഇന്നത്തെ നമ്മുടെ ഉമ്മമാരിടുന്ന ചെരുപ്പ് തന്നെ ധരിക്കണം. അങ്ങനെ നടക്കണമെങ്കിൽ, മനസ്സിലായില്ല? ആ നല്ല ഇത്ര പോകുന്ന ഹീലുള്ള ചെരുപ്പ് കാണാം, അല്ലെ? വിരലിന്റെ വലുപ്പത്തിലൊക്കെ ഉണ്ടാവും. ഇത്ര തന്നെയാണ് അതിന്റെ പിന്നെ വലുപ്പവും നീളവും വീതിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുക. ചെരുപ്പിന്റെ അടിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവും. എന്നിട്ട് അതിങ്ങനെ ഇട്ട് നടക്കുന്നത് കണ്ടാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതുപോലെ, യാ അല്ലാഹ് സദഖത യാ റസൂലല്ലാഹ്, മുത്തനബി തങ്ങളെ അങ്ങ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല അവരെ, ഞാൻ കണ്ടിട്ടില്ല. വരാൻ പോകുന്ന ആളുകൾ കാണും, നമ്മൾ കാണുന്നുണ്ട് ഇതേ പറഞ്ഞ രൂപം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മാഇല, അവരുടെ തലമുടിക്കെട്ടുകൾ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ്. ചാഞ്ഞും ചെരിഞ്ഞും നടക്കുന്ന ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലമുടികൾ. അതാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തലമുടിക്കെട്ടിങ്ങനെ കെട്ടിവെച്ച് ഇത്ര പോകുന്ന ചക്ക പോലെയുള്ള വലിയ ക്ലിപ്പൊക്കെ കൊണ്ടുവന്നിങ്ങനെ വെച്ച് അതിന്റെ പുറത്തൊരു തട്ടം കൂടി അങ്ങോട്ട് ഷോളങ്ങോട്ട് അണിഞ്ഞാൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ചിത്രം അങ്ങനെ തന്നെ പൂർത്തിയായി. എന്നിട്ട് ഹബീബ് പറഞ്ഞു, എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന. എന്റെ വാഴ കേൾക്കുന്ന ഉമ്മമാരെ, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അവര് സ്വർഗത്തിൽ കടക്കുകയേ ഇല്ല. വലാ യജിദ്ന റീഹഹാ, ആ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമല്ല. ആ സ്വർഗത്തിന്റെ വാസന പോലും അവർക്ക് ലഭ്യമല്ല. ഇനിയിപ്പോ ആർക്കാണത് വേണ്ടത് എന്നുള്ളതാണ്. ആർക്കാണ് വേണ്ടത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫ്ലാഷ് മോബ് എന്നൊരു പ്രോഗ്രാം നടന്നു മലപ്പുറം ജില്ലയുടെ നഗരഹൃദയത്തിൽ. എവിടെ? മലപ്പുറം ജില്ലയുടെ നഗരഹൃദയത്തിൽ. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ലയാണ്. ആ ജില്ലയുടെ നഗരഹൃദയത്തിലൊരു പട്ടാപ്പകൽ പെൺകുട്ടികൾ ഹിജാബ് പോലും ധരിക്കാതെ, പർദ്ദ ധരിക്കാതെ ഫ്ലാഷ് മോബ് നൃത്തം ചവിട്ടിയപ്പോ ഒരുപാട് ആലിമ്യങ്ങൾ അന്ന് അതിനെതിരെ പ്രഭാഷണം നടത്തി. പ്രഭാഷകന്മാരൊക്കെ അത് സൂചിപ്പിച്ചു. അത് അവരുടെ ബാധ്യതയാണ്, അത് അവർ പറയും. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ പറഞ്ഞ പ്രഭാഷണം നടത്തിയ ആ പ്രഭാഷണങ്ങളുടെ താഴെ കമന്റുകളിൽ ഒരുപാട് മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ രേഖപ്പെടുത്തിയ കമന്റുകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആമിന എന്നും ഖദീജ എന്നും ഒക്കെ പേരുള്ള മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ആ കമന്റ് ബോക്സിൽ വന്ന് എഴുതിയത് ഇങ്ങനെയാണ്: ആടാനും പാടാനുമൊന്നും സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ട ഉസ്താദന്മാരെ. മഅദല്ലാഹ്. അവരെഴുതിയ കമന്റുകളാണത്. മുസ്ലിമാത്തുകളായ പെൺകുട്ടികൾ ആടാനും പാടാനും നൃത്തം ചവിട്ടാനും സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞ പെൺകുട്ടികൾ. പ്രിയപ്പെട്ടവരെ, എന്റെ വാഴ കേൾക്കുന്ന ഉമ്മമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അങ്ങനെയാവാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. അവർക്ക് ഇസ്ലാമികമായ അച്ചടക്ക ബോധം നൽകണേ, നന്നാക്കണേ. നിങ്ങളുടെ കൈകളിലാണ് അല്ലാഹു മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഉമ്മമാരെ, നിങ്ങളുടെ കൈകളിലാണ് അല്ലാഹു മക്കളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ബാപ്പമാരെക്കാൾ വലിയ ബാധ്യതയുള്ളത് നിങ്ങൾക്കാണ്. والبلد الطيب يخرج نباته بإذن ربه والذي خبث لا يخرج إلا نكدا. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്,
നല്ല ഭൂമിയിലാണ് നല്ല സസ്യം മുളക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നല്ല ഉമ്മമാരിലാണ് നല്ല മക്കൾ ഉണ്ടാവുക. നല്ല ഉമ്മമാരിൽ നല്ല മക്കൾ ഉണ്ടാവും. നല്ല അച്ചടക്ക ബോധമുള്ള, മതബോധമുള്ള, ഹയാ ഉള്ള, നാണമുള്ള ഉമ്മമാരെ, അങ്ങനെയുള്ള ഉമ്മമാർക്ക് അതുപോലെ നാണമുള്ള, ഹയാ ഉള്ള മക്കൾ ഉണ്ടാവൂ. ഹയാ ഒക്കെ ഇന്ന് നമ്മുടെ മക്കളിൽ നിന്ന്, പെൺമക്കളിൽ നിന്ന് എടുക്കപ്പെട്ടു പോയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അവസാന നാളിൻ്റെ അടയാളങ്ങളായി മുത്തുനബി തങ്ങൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളും ഇന്ന് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ഇന്ന് കൺമുമ്പിൽ നമ്മൾ കാണുകയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, ഹയാ ഉയർത്തപ്പെടുന്നതാണ്. നാണം എന്ന് പറയുന്നൊരു സംഗതി അല്ലെ, ഒരു മുസ്ലിമത്തായ പെണ്ണിന്റെ ഐഡന്റിറ്റിയാണ്. നാണമില്ലാത്ത, ലജ്ജയില്ലാത്ത പെണ്ണ് എന്തിനു കൊള്ളും? ലജ്ജയാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ലജ്ജയാണ്, നാണം അല്ലെ. പണ്ടേ പാടിയില്ലേ, നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ, വിശ്വാധിപത്തിന്റെ നാരായ വേരുകൾ എന്ന് മലയാളത്തിന്റെ കവി പാടിയിട്ടുണ്ട്. നാരികൾ നാരികൾ നാണം കുണുങ്ങികൾ, വിശ്വാധിപത്തിന്റെ നാരായ വേരുകൾ. ലോകത്തുള്ള എല്ലാ കുഴപ്പത്തിന്റെയും വേരുകളാണ് അവര്. ആര്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ റബ്ബേ. കവി പറയാണ് ആര്? നാരികൾ. ഇതാണ് പണ്ട് അലിയാർ തങ്ങൾ പാടിയതും അത് തന്നെയാണ്. പിശാചുക്കളാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ശയാത്തീനുൻ ഖുലിഖ്ന ലനാ, നമ്മളെ പിഴപ്പിക്കാൻ സൃഷ്ടിക്കപ്പെട്ട പിശാചുക്കളാണ് എന്ന് പറഞ്ഞു. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. എന്നിട്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, പിശാചുക്കളുടെ ശല്യത്തിൽ നിന്ന് ഞാൻ അള്ളാഹിനോട് കാവല് തേടുകയാണ്. കൂടെ ഉള്ളത് ഫാത്തിമയാണ്, പുന്നാര നബി തങ്ങളുടെ മോളാണ്. ഉടനെ മറുപടി വന്നല്ലോ, ഉടനെ ഫാത്തിമ ബിയുടെ പാട്ട്, പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ്. ആണുങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട റൈഹാൻ പുഷ്പങ്ങളാണ് പെണ്ണുങ്ങൾ. ഫകുല്ലുക്കും തസ്തഹി ശമ്മർ റയാഹീനി, നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ ഒരു പൂവിനെ വാസനിക്കാൻ എന്ന് ഫാത്തിമ ബി ചോദിച്ചിട്ടുണ്ട്. രണ്ടാള് പറഞ്ഞതും ശരി തന്നെയാണ് അല്ലേ. അലിയാര് തങ്ങൾ പറഞ്ഞതും ശരിയാണ്, ഫാത്തിമ ബി പറഞ്ഞതും ശരിയാണ്. ഫാത്തിമ ബി പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഫാത്തിമ ബീവിനെ പോലെയുള്ള പെണ്ണുങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അലിയാര് തങ്ങൾ പറഞ്ഞതോ? അലിയാര് തങ്ങൾ പറഞ്ഞത് ഫാത്തിമ ബീവിനെ പോലെ അല്ലാത്ത പെണ്ണുങ്ങളെ കുറിച്ചുമാണ്. അത്രേ വ്യത്യാസമുള്ളൂ. മനസ്സിലായില്ലേ ഞാൻ പറയണത്? അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഹയാ ഇന്ന് ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഒരു സ്ഥലത്ത്, ഒരു ബീച്ചിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒന്ന് പോയി നോക്ക്, പെൺകുട്ടികളൊക്കെ മൊബൈലിലാണ്. മൊബൈലില്ലാന്ന് മാത്രമല്ല, എനിക്കത് പറയുന്നതിന് പരിമിതി ഉള്ളത് കൊണ്ട് ഞാനത് പറയും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാനിത് പറയുന്നത് സങ്കടം കൊണ്ട് പറയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ കൈകൾ, ചെറിയ ചെറിയ മക്കളുടെ കൈകളിൽ ഐഫോണും വലിയ വലിയ ഫോണുകളൊക്കെ കൊടുത്ത് എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ മോശക്കാരാക്കുന്നത്? എന്തിനാണ് നമ്മുടെ മക്കളെ നമ്മൾ നരകാഗ്നിയിലേക്ക് തള്ളിയിടുന്നത്? അള്ളാഹു ഈ ഉമ്മത്തിന് നല്ല ബോധം നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. എല്ലാവരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൻ്റെ അകത്തളങ്ങളിൽ നന്നാവണം ഇന്ന് നമുക്ക് തീരുമാനിക്കാം. അതാരും ചോദ്യം ചെയ്യാൻ വരില്ല. എൻ്റെ വീടിൻ്റെ അകത്തളങ്ങളിൽ വളരുന്ന പ്രിയപ്പെട്ട പെൺമക്കൾ അവർ മതബോധമുള്ളവളാവണം, അവർ അള്ളാനെ പേടിക്കുന്നവളാവണം. അങ്ങനെയേ എൻ്റെ മകൾ വളരാവൂ എന്ന് ആ ഗ്രഹനാഥന് തീരുമാനിക്കാം. ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്നറിയോ? സത്യത്തിൽ നല്ല ആളുകൾ പോലും മക്കളെ ആ രീതിയിൽ വളർത്തേണ്ടി വരികയാണ്. ഏത് രീതിയിൽ? മറ്റുള്ള സാധാരണ ഈ പിന്നെ നമ്മുടെ പരിസരങ്ങളിലുള്ള പെൺകുട്ടികൾ വളർന്നു വരുന്ന രീതി കാണുമ്പോൾ അവരോടൊപ്പമാണല്ലോ നമ്മുടെ മക്കൾ വളരുന്നത്. നമ്മുടെ മക്കൾ അവരെ കാണുമ്പോൾ സ്വാഭാവികമായും ഉമ്മയോട് വന്നിട്ട് പറയും, ഉമ്മ കണ്ടില്ലേ ഓളെ ഉമ്മ ഓൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത്, ഓൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നുണ്ട്, അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. എന്താ ഉമ്മ നിങ്ങളിങ്ങനെ? വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ, നിങ്ങൾ എന്തോ ഒരു ശല്യാണല്ലോ ഉമ്മ എന്ന് മക്കൾ പറയാണ്.
അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നിർബന്ധിതരായി പല സഹോദരിമാരും മക്കളെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിമിതി വരുന്നത് അവിടെയാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ബോധം നൽകട്ടെ എന്ന് ദുആ ചെയ്യുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ഈ ശബ്ദത്തിന്റെ ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. വിഷയം വളരെ വിശാലവുമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. സമയത്തിന്റെ കുറവൊന്നുമില്ലല്ലേ? സമയം കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ചെറിയൊരു പ്രയാസമുള്ളത് പോലെ ഇൻഷാ അല്ലാഹ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ചേരം കൂടി പറയാലേ. അല്ലാഹ് ഇടങ്ങറായും തോന്നിയാ ഇല്ലല്ലോ. അല്ലാഹു നല്ലത് പറയാനും കേൾക്കാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലിതാ ലാ ഇലാഹ ഇല്ലല്ലാഹു ثاب ثائب الذرى من السرى إلى الثرى ثانيا ما ثالثا بل ثاني الأمثال ثال لا إله അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ സമ്മാനമാണ്, സൃഷ്ടാവിന്റെ സമ്മാനമാണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ. അവരെ ആ രീതിയിൽ തന്നെ, അല്ലാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ വളർത്താൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ ഉത്തരവാദികളാവും. അല്ലെങ്കിൽ നമ്മൾ അല്ലാഹുവിനോട് മറുപടി പറയണം. ഹയാ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് ഹയാ ആണ്, ലജ്ജ. അൽ ഹയാഉ ശുബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഒരു പാർട്ടാണ്, ഒരു ഭാഗമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ലജ്ജ ഈമാനിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ലജ്ജയോടെ, ഹയാഓടുകൂടെ വളരണം. ഹയാ അനിവാര്യമാണ്. മൻ മലഅ ഐനഹു മിനൽ ഹറാം മലഅ അല്ലാഹു ഐനഹു മിൻ ജംരി ജഹന്നം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരാൾ തന്റെ കണ്ണിനെ ഹറാമ് കൊണ്ട് നിറച്ചാൽ, ഒരാൾ അല്ലാഹു തന്ന കണ്ണിനെ ഹറാമുകളെ കൊണ്ട് നിറച്ചാൽ എന്ന് പറഞ്ഞാൽ, കാണാൻ പാടില്ലാത്ത ആളുകളെ നോക്കിയാൽ, നോക്കാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് നോക്കിയാൽ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മല അല്ലാഹു ഐനഹു ബിജംരി ജഹന്നം. നരകത്തിലെ തീക്കനലുകളെ കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ തീക്കനലുകളെ കൊണ്ട് അല്ലാഹു അവന്റെ കണ്ണിനെ നിറക്കുന്നതാണ്. ഹറാമുകൾ നിരന്തരം കണ്ടാൽ അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. അന്നദറതു സഹ്മും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്. നോട്ടമെന്ന് പറയുന്നത് പിശാചിന്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളിൽ ഒരസ്ത്രമാണ്. പിശാചിന്റെ ആവനാഴിയിലെ വിഷമൂട്ടപ്പെട്ട അസ്ത്രമാണ് പ്രിയപ്പെട്ടവരെ നോട്ടം എന്ന് പറയുന്നത്. മൻ തറകഹാ ഖൗഫൻ മിനല്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് അരുതാത്ത നോട്ടങ്ങളെ ഒരാൾ സൂക്ഷിച്ചാൽ, ഹറാമായ നോട്ടങ്ങളെ ഒരാൾ സൂക്ഷിച്ചാൽ, യജിദു ഹലാവതഹു ഫീ ഇബാദതി, അവന് ആരാധനകളിൽ ആനന്ദം ലഭിക്കുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരുതാത്ത നോട്ടങ്ങൾ, അരുതാത്ത രീതിയിലുള്ള എല്ലാ ഇടപെടലുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന്
പലർക്കും അറിയുന്ന പോലുമില്ല എന്താണ് ഹറാമ് എന്താണ് ഹലാൽ എന്നൊക്കെ. പറയുമ്പോൾ എല്ലാം പറയണല്ലോ. പലർക്കും അതന്നെ അറിയില്ല. ആരോടൊപ്പം ഇരിക്കാൻ പറ്റും, ആരോടൊപ്പം പറ്റില്ല, അല്ലെ? ഇപ്പോ എന്താ പറയാ, ജെൻഡർ ന്യൂട്രാലിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രാലിറ്റി ഗവൺമെന്റ് പോലും അങ്ങനെയാണ് പറയുന്നത്, ജെൻഡറൽ ന്യൂട്രാലിറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസയിലെ കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ ചോദിക്കും, ഉസ്താദേ അത് എൻ്റെ പെങ്ങളല്ലേ, എൻ്റെ ആങ്ങളയല്ലേ, നമുക്ക് ഒരുമിച്ച് പോയിക്കൂടെ, വിരോധമുണ്ടോ? ആരാണ്? സ്വന്തം പെങ്ങളെ പറ്റിയല്ലേ പറയുന്നത്, കസിൻസ് എന്ന് പറയാറുണ്ട്, അല്ലെ? ഇളയപ്പാന്റെ മകൾ, മൂത്താപ്പാന്റെ മകൾ, മൂത്താപ്പാന്റെ മകൻ, ഇളയപ്പാന്റെ മകൻ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അരുതാത്ത രീതിയിലേക്ക് ചെന്നെത്തിപ്പോകുമെന്ന് ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. അത് വിവാഹബന്ധം ഹറാമല്ലാത്ത ആളുകളാണത്. തൊട്ടാൽ ഉളൂ മുറിയുന്ന ബന്ധങ്ങളാണത്. അപ്പൊ നമ്മൾ, പ്രിയപ്പെട്ടവരെ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാണുന്നത് മുഴുവനും ഹറാമുകളായ കാഴ്ചകളാണ്. ഹറാമായ കാഴ്ചകൾ, ഹറാമായ ഇടപെടലുകൾ എല്ലാം നിഷിദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ മനോഹരമായി 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി. എന്റെ ഉമ്മത്ത് മോശമാകുന്ന നേരത്ത് ആരെങ്കിലും എന്റെ സുന്നത്തിനെ മുറുകെ പിടിച്ചാൽ അവന് 100 ഷഹീദിന്റെ പ്രതിഫലമുണ്ട്. എന്റെ ഉമ്മത്ത് മോശമാകുന്ന കാലത്ത്, പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒരു ഘട്ടമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉമ്മത്ത് മോശമാകുന്ന നേരത്ത് എല്ലാ തോന്നിവാസവും ചെയ്യാനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളുമെല്ലാം നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ സുലഭമായി ലഭിക്കുന്ന ഒരു കാലം. ഈ കാലത്ത് നമ്മൾ ഹബീബിന്റെ തിരുചര്യയെ മുറുകെ പിടിച്ചാരാണോ ജീവിക്കുന്നത്, അവന് 100 ഷഹീദിന്റെ പ്രതിഫലമാണ്. ഹബീബാ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീസ് കാണണോ? ലാ തഖൂമുസ്സാ ഹത്താ ലാ യബ്ഖാ അലാ വജ്ഹിൽ അർളി അഹദുൻ ലില്ലാഹി ഫീഹി ഹജാ. ദീർഘമായ ഹദീസിൽ മുത്തുനബി തങ്ങൾ പറയാണ്, ലോകാവസാനം ഉണ്ടാവുകയില്ല. ഏതുവരെ എന്നറിയോ? ഹത്താ തുഖദൽ മർഅതു നഹാറൻ ജിഹാറാ തുൻകഹു വസ്തത്വരീഖ്. പട്ടാപ്പകൽ പരസ്യമായി നടുറോഡിൽ ഒരു പെണ്ണിന് വ്യഭിചരിക്കപ്പെടുന്ന കാലം വരാതെ, പീഡിപ്പിക്കപ്പെടുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യുൻകിറു ദാലിക അഹദുൻ. ആർക്കും അതൊരു വിഷയമേ ആയി മാറൂല, ആർക്കും അതൊരു വിഷയമായി തോന്നൂല. പട്ടാപ്പകൽ പരസ്യമായി നടുറോഡിൽ ചുംബന സമരം നടന്നല്ലോ നമ്മുടെ നാട്ടിൽ. പട്ടാപ്പകൽ പരസ്യമായി വിഭജിക്കപ്പെടുന്ന കാലം വരാതെ ലോകം അവസാനിക്കുകയില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ആ കാലഘട്ടത്തിലെ നല്ല മനുഷ്യർ ആരായിരിക്കുമെന്നറിയോ? ലൗ നഹൈതഹാ അനിത്തരീഖ് ഖലീല. അതുവഴി നടന്നു പോകുമ്പോ ഒന്നൊരൽപ്പം മാറി നിന്ന് ചെയ്തുകൂടെ? ഒരൽപ്പം മാറി നിന്ന്, ഈ തെമ്മാടിത്തരം ഒരൽപ്പം മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ ധൈര്യപ്പെടുന്ന ഒരാൾ ആ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അവരായിരിക്കും ആ കാലഘട്ടത്തിലെ ഏറ്റവും താരതമ്യേന നല്ല മനുഷ്യനെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഞാൻ പറഞ്ഞു വന്നത്, യുവാക്കൾ നന്മയുടെ നിർമ്മാണങ്ങളാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു നൽകിയ മക്കളെ നല്ല രീതിയിൽ നമ്മൾ വളർത്തണം. അല്ലാഹു പൊരുത്തപ്പെടുന്ന വഴിയിൽ
ചെറുപ്പം മുതൽ തന്നെ നല്ല നല്ല ശീലങ്ങളാണ് നമ്മൾ മക്കൾക്ക് നൽകേണ്ടത്. ആ കുട്ടികളാണ് കുട്ടിക്കാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നു വരുന്നത്. കുട്ടിക്കാലത്ത് തന്നെ ദുശ്ശീലങ്ങളാണ് അവർ ശീലിച്ചതെങ്കിൽ, അരുതാത്ത സംസ്കാരമാണ് നമ്മൾ അവർക്ക് നൽകിയതെങ്കിൽ, യൗവന സമയത്ത് പ്രിയപ്പെട്ടവരെ ഏറ്റവും വൃത്തികെട്ടവരായി ആ യുവാക്കൾ മാറുമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ സമൂഹമൊക്കെ നന്നാകണമെങ്കിൽ ആര് വിചാരിക്കണം? ഏറ്റവും ആത്യന്തികമായി ഉമ്മമാര് വിചാരിക്കണം. ഉമ്മ വിചാരിച്ചാൽ ഒരു തലമുറയെ തന്നെ നന്നാക്കി മാറ്റാൻ പറ്റും. ഉമ്മ വിചാരിച്ചാൽ ഒരു സമൂഹം തന്നെ നന്നാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കല്ലാഹു നൽകിയ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ വഴിയെ ചലിപ്പിക്കാൻ ഒരു ബാപ്പ എന്ന നിലയിൽ, ഉമ്മ എന്ന നിലയിൽ നമുക്ക് കഴിയണം. അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ ഖാലിഖായ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നാളെ വിരൽ കടിക്കേണ്ടി വരും. യൗമ യഅദ്ദുല്ലാലിമു അലാ യദൈ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ നാളെ മഹ്ശറ സഭയിൽ വിരൽ കടിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അരുതാത്ത ചീത്ത കൂട്ടുകെട്ടുകളെ തെരഞ്ഞെടുത്ത ആളുകളെല്ലാം നാളെ പരലോകത്ത് വിരൽ കടിക്കും. അയ്യയ്യടാ, എനിക്ക് പറ്റിപ്പോയല്ലോ പഠിച്ചോനെ, ഞാൻ ഇവന്റെ കൂടെ കൂടിയത് കൊണ്ടാണല്ലോ എനിക്ക് ഈ ഒരു ഗതി വന്നത് എന്ന് വിലപിക്കേണ്ട ഗതികേട് വരുമെന്നാണ്. അരുതാത്ത ബന്ധങ്ങളെ തിരഞ്ഞെടുത്തവർ, തെറ്റായ മോശപ്പെട്ട സൗഹൃദ ബന്ധങ്ങൾ തിരഞ്ഞെടുത്തവർ, അവരെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ വിരൽ കടിക്കുമെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാണ്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹു പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമുക്ക് യഖീനാവണം. ഇത് അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു നമുക്ക് നന്നാവാൻ, നന്മയുടെ വഴിയെ മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.